ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ആണ്. അതായത് ഒന്നിൽ കൂടുതൽ ക്യാൻഡിലുകൾ ചേർന്ന് രൂപപ്പെടുന്ന പാറ്റേൺ. അതിൽ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു പാറ്റേണിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ 12 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോസ് കാണാവുന്നതാണ്. പലരും പറഞ്ഞു ഈ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ വീഡിയോസ് ഒന്ന് അറേഞ്ച് ചെയ്ത് പാർട്ട് 1 പാർട്ട് 2 എന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് ഇടണമെന്ന്. സത്യത്തിൽ അങ്ങനെ ഒരു ഓർഡർ ഇല്ല എന്ന് തന്നെ പറയാം. പല പാറ്റേൺസും ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു മിക്സായിട്ട് ഒരു അവിയൽ പരുവത്തിലാണ് ഇപ്പം നമ്മൾ പാറ്റേൺസിൻ്റെ ക്ലാസ്. അതൊരു പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു പാർട്ട് 1 പാർട്ട് 2 എന്ന രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. എന്നാൽ പോലും ഈ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം വെവ്വേറെയായിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കിയിരുന്നാൽ മതി. അതിന് ഒരു ഓർഡർ ഒന്നുമില്ല. ഒരു ഓർഡർ എന്ന രീതിയിൽ നമുക്ക് അത് ഇനിയും പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഒരു പ്ലാൻ ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. കുഴപ്പമില്ല, ഇതിന് മുമ്പുള്ള 12 വീഡിയോസും കണ്ടാൽ മതി. 1 by 1 ആയിട്ട് കണ്ടാൽ മതി. ഓർഡർ നോക്കേണ്ട കാര്യം. എന്നിട്ട് മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെയുള്ള രീതികളിൽ പാറ്റേൺസ് ഫോം ചെയ്യാം. അത് നമ്മൾ ലൈവ് ചാർട്ടിൽ നമുക്ക് പല സന്ദർഭങ്ങളിലും ഇങ്ങനത്തെ പാറ്റേൺസ് കണ്ടെത്താൻ പറ്റും. ഇതറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പാറ്റേൺസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. 3 ക്യാൻഡിൽസ് ചേർന്ന് ഫോം ചെയ്ത ഒരു പാറ്റേൺ ആണ്. ഇത് ഷോർട്ട് ടൈമിലേക്ക് അപ് ട്രെൻഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഒരു ഡൗൺ ട്രെൻഡിന്റെ അവസാനമാണ് ഈ പാറ്റേൺ രൂപം കൊള്ളുന്നത്. ഈ പാറ്റേൺ നോക്കേണ്ടത് ഡെയിലി ചാർട്ടിലാണ്. അതായത് ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഫുൾ ക്യാൻഡിൽ ആയിരിക്കണം. 1 മണിക്കൂർ, അരമണിക്കൂർ അല്ലെ 5 മിനിറ്റ് അങ്ങനെയുള്ള ക്യാൻഡിലുകളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സസ് റേഷ്യോ കുറവായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഡെയിലി ചാർട്ടിൽ ഒരു ക്യാൻഡിൽ ഒരു ദിവസം അങ്ങനെയുള്ള ഡെയിലി ചാർട്ടിൽ ഈ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് വളരെ നല്ല ഒരു പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. മോർണിംഗ് സ്റ്റാർ നന്നായിട്ട് മനസ്സിലാക്കാൻ 2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ, ഓപ്പണിംഗ്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസിന് മുകളിലാണ് ഇന്നത്തെ ദിവസം നെക്സ്റ്റ് ഡേയിൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എന്ന് പറയും. ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് എത്രയാണോ അതിന് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, നെക്സ്റ്റ് ഡേയിൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അത് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് എന്ന് പറയും. ഈ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങും മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോർണിംഗ് സ്റ്റാർ ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ആ ട്രെൻഡ് കഴിഞ്ഞ് അത് അപ് ട്രെൻഡിലേക്ക് മൂവ് ആകുന്ന സമയത്ത് ഫോം ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ. ഇതിലൊന്നാമത്തെ ദിവസത്തെ ക്യാൻഡിൽ ഒരു വലിയ ബിയറിഷ് ക്യാൻഡിലായിരിക്കും. അതായത് നമ്മുടെയൊക്കെ ചാർട്ടിൽ റെഡ് കളറിൽ കാണുന്ന ക്യാൻഡിൽ, അതാണ് ഡേ ഫസ്റ്റ്, ഒന്നാമത്തെ ദിവസത്തെ ക്യാൻഡിൽ സ്റ്റിക്ക്. അങ്ങനെ നമുക്ക് ഈ പാറ്റേൺ ഫോം ചെയ്യുമ്പം 3 ക്യാൻഡിൽ കൂടിയാണ് ഈ പാറ്റേൺ ആവുക. അപ്പോൾ ആ 3 ക്യാൻഡിൽ, ഒന്നാമത്തെ ക്യാൻഡിൽ ഒരു വലിയ ബിയറിഷ് ക്യാൻഡിലായിരിക്കും. രണ്ടാമത്തെ ക്യാൻഡിൽ, അതായത് നടുക്കത്തെ ക്യാൻഡിൽ, ഒന്നെങ്കിൽ ഒരു ഡോജിയോ അല്ലെങ്കിൽ ഒരു സ്പിന്നിങ് ടോപ്പോ ആയിരിക്കും. അതിൻ്റെ കളറ് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഡോജിക്ക് പ്രത്യേകിച്ച് കളറില്ലല്ലോ, പക്ഷേ സ്പിന്നിങ് ടോപ്പിന് കളറുണ്ട്. അത് റെഡ് ആവാം അല്ലെങ്കിൽ ഗ്രീൻ ആവാം. ഗ്രീൻ ആണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ ഓർക്കുക, ഒന്നാമത്തെ ക്യാൻഡിൽ ഒരു വലിയ ബീറിഷ് ക്യാൻഡിൽ, രണ്ടാമത്തെ ക്യാൻഡിൽ ഒന്നെങ്കിൽ ഒരു ഡോജി അല്ലെങ്കിൽ ഒരു സ്പിന്നിങ് ടോപ്പ്. സ്പിന്നിങ് ടോപ്പ് ആണ് എങ്കിൽ അതിൻ്റെ കളറ് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിൽ പോലും അതൊരു ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ, സ്പിന്നിങ് ടോപ്പ് ഗ്രീൻ ആണ് എങ്കിൽ നമുക്കത് വളരെ നല്ലതായിട്ട് അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്യാനുള്ള നല്ലൊരു സൈനായിട്ട് നമുക്ക് അതെടുക്കാം. എന്നാലും നമ്മൾ അതിൽ എൻട്രി ചെയ്യരുത്. ഈ 2 ക്യാൻഡിൽ തമ്മിലുള്ള പ്രത്യേകത, രണ്ടാമത്തെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുന്നത് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരിക്കണം. അതായത് ഒന്നാമത്തെ ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസിനെ കഴിഞ്ഞ് താഴെ ആയിരിക്കണം രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ പ്രത്യേകത ഡോജി അല്ലെങ്കിൽ സ്പിന്നിങ് ടോപ്പ്. അതുകൂടാതെ തന്നെ രണ്ടാമത്തെ ക്യാൻഡിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് കൂടെ ആയിരിക്കണം. ഇനി നമുക്ക് മൂന്നാമത്തെ ക്യാൻഡിൽ നോക്കാം. മൂന്നാമത്തെ ക്യാൻഡിൽ മസ്റ്റായിട്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കണം.
പച്ച നിറത്തിലുള്ള ഒരു ക്യാൻഡിൽ തന്നെ ആയിരിക്കണം. ഈ ബുള്ളിഷ് ക്യാൻഡിൽ പച്ച നിറം ചില ചാർട്ടുകളിൽ നീല നിറം കൊടുക്കുന്നുണ്ട്, ചിലതിൽ കറുപ്പ് കൊടുക്കുന്നുണ്ട്, ചിലതിൽ വെള്ളയായിരിക്കും കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ ചാർട്ടിൽ ബുള്ളിഷ് ബിയറിഷ് ഏതാണെന്ന് നോക്കണം. മിക്ക ചാർട്ടുകളിലും ബിയറിഷ് റെഡ് കളറും ബുള്ളിഷ് ഗ്രീൻ കളറും ആയിരിക്കും. ചില ചാർട്ടുകളിൽ അതിൽ വ്യത്യാസം ഉണ്ടാകും, അതനുസരിച്ച് നോക്കണം. അപ്പോൾ മൂന്നാമത്തെ ക്യാൻഡിൽ തീർച്ചയായിട്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കണം. അതുകൂടാതെ തന്നെ അതിൻ്റെ ഓപ്പണിങ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കണം. അതായത് രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസിനെ കഴിഞ്ഞ് മുകളിലായിരിക്കണം മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ്. അപ്പോൾ മൂന്നാമത്തെ ക്യാൻഡിൽ ബുള്ളിഷാണ്. അതുകൂടാതെ തന്നെ മൂന്നാമത്തെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ട്രെൻഡ് റിവേഴ്സലാണ്. ഡൗൺ ട്രെൻഡ് റിവേഴ്സായിട്ട് അപ്പ് ട്രെൻഡിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കേണ്ട മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെ കൺഫേം ആയി കഴിഞ്ഞിട്ട് നമുക്ക് എൻട്രി എടുക്കാം. അതായത് മൂന്നാമത്തെ ദിവസം ഒരു 3:20 3:25 ആ ഒരു ടൈമിൽ നമുക്ക് എൻട്രി എടുക്കാം. അന്നേരം ഏകദേശം കൺഫേം ആകും ക്യാൻഡിൽ. ശരിക്കും പറഞ്ഞാൽ 3:30 വരെ ഉണ്ട് ടൈം. അപ്പോൾ ഈ 3:30-ക്കുള്ളിൽ ലാസ്റ്റത്തെ 2-3 മിനിറ്റ് സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാം. കൺഫേം ആവണമെങ്കിൽ 3:30 കഴിയണം. എന്നാൽ പോലും ആ ഒരു സമയത്ത് നമുക്കറിയാൻ പറ്റും അത് കൺഫേം ആകുമോ ഇല്ലയോ എന്ന്. അങ്ങനെ കൺഫേം ആയി കഴിഞ്ഞാൽ മൂന്നാമത്തെ ക്യാൻഡിൽ ഗ്യാപ്പ് പ്ലസ് ബുള്ളിഷ് ക്യാൻഡിൽ ഇങ്ങനെയൊക്കെ ആകുവാണ് എങ്കിൽ നമുക്ക് ആ ദിവസം തന്നെ 3:20 കഴിഞ്ഞിട്ട് അതിൽ എൻട്രി എടുക്കാൻ പറ്റും. ആ സ്റ്റോക്ക് ബൈ ചെയ്യുക. ബൈ എൻട്രിയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അവിടെ ആ സ്റ്റോക്ക് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. ഷോർട്ട് ടൈമിലേക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മൾട്ടിപ്പിൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഈ മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ. ഇനി ഈ 3 ക്യാൻഡിൽസിൻ്റെയും പുറകിലുള്ള സൈക്കോളജി എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്യാൻഡിൽ ബിയറിഷ് ക്യാൻഡിലാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ബിയേഴ്സാണ് സ്ട്രോങ്. അതായത് സെല്ലേഴ്സ് വളരെ സ്ട്രോങ് ആണ്, ബയ്യേഴ്സ് വളരെ വീക്കാണ്. രണ്ടാമത്തെ ക്യാൻഡിൽ ഒരു ഡോജിയോ അല്ലെങ്കിൽ സ്പിന്നിങ് ടോപ്പോ കൺഫ്യൂഷനായി. അതായത് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഗ്യാപ്പ് ഡൗണിംഗ് എന്ന് പറയുമ്പോഴത്തേനും അത് സ്റ്റോക്ക് താഴേക്ക് പോകുന്ന ഒരു രീതിയിലേക്ക് വന്നു. അങ്ങനെ ഒരു ഓപ്പണിംഗ് വന്നു. പക്ഷേ അവിടെ ബയ്യേഴ്സും സെല്ലേഴ്സും വളരെ കൺഫ്യൂഷനാണ്. എങ്ങോട്ട് പോകണം, അതായത് വിൽക്കണോ വാങ്ങണോ എങ്ങോട്ട് പോകണം എന്ന് അറിയാതെ കൺഫ്യൂഷനായിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ രണ്ടാമത്തെ ക്യാൻഡിൽ അതായത് മിഡിൽ ക്യാൻഡിലിൽ കാണുക. അപ്പോൾ നമുക്ക് അതിൽ ബൈ എടുക്കണോ എന്ന് ഉറപ്പൊന്നുമില്ല. മൂന്നാമത്തെ ക്യാൻഡിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയി. അതുപോലെ തന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിലും കൂടി അപ്പിയർ ആയപ്പോഴത്തേനും ഗ്രീൻ ക്യാൻഡിൽ അപ്പിയർ ആയപ്പോഴത്തേനും നമുക്ക് ഉറപ്പിക്കാം അവിടെ ബയ്യേഴ്സ് സ്ട്രോങ് ആയി. ആദ്യത്തെ ക്യാൻഡിൽ സെല്ലേഴ്സ് ആയിരുന്നു സ്ട്രോങ്. മൂന്നാമത്തെ ക്യാൻഡിൽ ബയ്യേഴ്സ് സ്ട്രോങ് ആയി. കാരണം സെല്ല് ചെയ്യാൻ ആളില്ല, സെല്ലേഴ്സ് വളരെ വീക്കാണ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകാം. സ്റ്റോക്ക് ഓർ ഇൻഡെക്സ് ഏത് നമുക്ക് നോക്കാം. ഈ ഒരു ട്രേഡ് എടുക്കുന്നത് ഷോർട്ട് ടൈമിലേക്കോ ഈവൻ ലോങ് ടൈമിലേക്ക് വേണമെങ്കിലും ഒരു എൻട്രി പോയിന്റ് കണ്ടെത്താനായിട്ട് ഈ ഒരു പാറ്റേൺ നമ്മളെ സഹായിക്കും. എൻട്രി ടൈം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് മൂന്നാമത്തെ ക്യാൻഡിൽ ഫോം ചെയ്ത് അത് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ബുള്ളിഷ് ക്യാൻഡിൽ ആണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു, ഗ്യാപ്പ് അപ്പ് ആണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ 3:20 കഴിഞ്ഞിട്ട് നമുക്ക് അതിലൊരു എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ഇടണമെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡേഴ്സ് സ്റ്റോപ്പ് ലോസ് ഇടാറുണ്ട്. സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത് ആ 3 ക്യാൻഡിലിൻ്റെയും ലോ എവിടെയാണോ അതിന് തൊട്ട് താഴെ. 3 ക്യാൻഡിൽസിൻ്റെയും ലോ. ഈ 3 ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ലോ ആണ് മെയിനായിട്ടും. അതായിരിക്കാം ലോവസ്റ്റ് പോയിന്റ്. ഈ 3 ക്യാൻഡിലും ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് വരുന്നത് രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ലോ ആയിരിക്കും. അപ്പോൾ ആ ലോയിൻ്റെ താഴെയാണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത്. ഈ എൻട്രിയോട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു എൻട്രിയാണ് ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ. ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഞാനത് വീഡിയോ ചെയ്തു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിങ്ങനെയാണ്. 2 ക്യാൻഡിൽസാണ് ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേണിൽ ഉണ്ടാവുക. ഒന്നാമത്തെ ക്യാൻഡിൽ ബിയറിഷും രണ്ടാമത്തെ ക്യാൻഡിൽ ബുള്ളിഷും. അതായത് 2 ക്യാൻഡിലേ ഉണ്ടാവുകയുള്ളൂ. രണ്ടാമത്തെ ബുള്ളിഷാണ്. ഈ രണ്ടാമത്തെ ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ ബിയറിഷ് ക്യാൻഡിലിൻ്റെ ഒന്നാമത്തെ ക്യാൻഡിലിൻ്റെ ബോഡി ഫുള്ള് കവർ ചെയ്തിട്ട് രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ബോഡി ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ ക്യാൻഡിലിൻ്റെ ബോഡി ഫുൾ കവർ ചെയ്തിട്ട് രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ബോഡി ഉണ്ടായിരിക്കണം. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിരിക്കണം. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ എൻഡിൽ നമുക്ക് ഒരു ക്ലോസിംഗ് ടൈമിന് തൊട്ട് മുമ്പ് ഒരു എൻട്രി എടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ ആ സ്റ്റോക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഈ മോർണിംഗ് സ്റ്റാർ എന്ന പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പാറ്റേണാണ് ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ.
സെയിം ആണ്, ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. അതായത് റിവേഴ്സലാണ്, ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആണ്. ഡൗൺ ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് തിരിച്ച് അപ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്യുന്ന സ്റ്റേജ് ആണ്. ഈ രണ്ട് പാറ്റേൺ മോർണിംഗ് സ്റ്റാറും പുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേണും ഒരേ കാറ്റഗറിയിൽ പെടുന്നതാണ്. മോർണിംഗ് സ്റ്റാറിൽ 3 ക്യാൻഡിൽ ഉണ്ടാകും, അതേസമയം ഒരു ക്യാൻഡിൽ ഇല്ല എങ്കിൽ 2 ക്യാൻഡിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ രണ്ടാമത്തെ ക്യാൻഡിൽ ബുള്ളിഷാണ്. ഒന്നാമത്തെ ക്യാൻഡിലിൻ്റെ ഫുൾ ബോഡിയെ രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ഫുൾ ബോഡി കവർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങിൽ തന്നെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ പരിചയപ്പെടാം.